പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ആഘോഷമായിരുന്നു. സൗഹൃദം പിന്നെയും ഞങ്ങൾ പുതുക്കി ആഘോഷിച്ചു. അപ്പം നമുക്ക് ഇതുപോലുള്ള കൂട്ടുകാർ വേണം എല്ലാവർക്കും. എങ്കിലേ നമ്മൾ ഇതുപോലുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്കൊരു ഭയങ്കര ഒരു നമ്മളെ ചേർത്ത് പിടിക്കാനും. ആ സമയത്താണ് എനിക്ക് കീമോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴത്തേക്കിനും ഞാനപ്പോൾ സങ്കടപ്പെട്ട് എനിക്ക് ആരും ഇല്ല എന്നെ നോക്കാനായിട്ട്, കൂടെ വരാനും ആരും ഇല്ലല്ലോ. അപ്പം ഞാൻ എന്നാ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ ആ ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ ഇരുന്ന് അങ്ങ് പൊട്ടിക്കരയും. അങ്ങ് ഞങ്ങൾ ഇനിയുള്ള യാത്ര ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ച്. അതിനുള്ള സാധ്യതകൾ കുറവാണ്. പിന്നെ ആഗ്രഹം ചോദിച്ചപ്പോൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പ്രാർത്ഥനയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. ദൈവം ഉണ്ട്, നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ ഇതാണ് ഞങ്ങളുടെ ശക്തി. ലിജി ചേച്ചി എഴുതിയ പോലെ സൗഹൃദത്തിന്റെ ആകാശം തൊട്ടവർ അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതെന്ന് ചോദിച്ചാൽ ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ തൊട്ടു, അതൊക്കെ മേലെ പോയെന്ന് പറയാം. ആണോ? നമസ്കാരം. ഞാൻ ഇന്ന് 3 കൂട്ടുകാരികളെ പരിചയപ്പെടാൻ വന്നതാണ്. കൂട്ടുകാരികൾ എന്ന് പറഞ്ഞാൽ ബാല്യകാലം മുതൽ ഒരുമിച്ച് കളിച്ച് വളർന്നവർ. പെട്ടെന്ന് അവരുടെ ജീവിതത്തിലേക്ക് വില്ലനായി ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി എത്തുകയാണ്. ആ അതിഥിയെ അവർ അവരുടെ സൗഹൃദം കൊണ്ട്, പോസിറ്റീവ് മൈൻഡ് കൊണ്ട്, ചിരിച്ചുകൊണ്ട് നേരിടുകയായിരുന്നു. ഈ വിഷയമാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. ചങ്ങനാശ്ശേരി സ്വദേശികളാണ് ഈ 3 പേരും. ചങ്ങനാശ്ശേരി സ്വദേശിയായ എഴുത്തുകാരി ലിജിയാണ് ഇവരുടെ ജീവിതം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചത്. അതോടെ ഇവരുടെ ജീവിതം പുറം ലോകം അറിയുകയായിരുന്നു. സൗഹൃദത്തിൻ്റെ ആകാശം തൊട്ടവർ എന്നാണ് ഇവരെ പറ്റിയുള്ള വിശേഷണം നൽകിയിരിക്കുന്നത്. നമ്മൾ ആ 3 പേരെയും കാണാൻ എത്തിയിരിക്കുകയാണ്. അപ്പം നിങ്ങളാണ് ആ 3 കൂട്ടുകാരികൾ അല്ലേ? അതെ. പേരൊന്ന് പരിചയപ്പെടുത്തുന്നേ. എൻ്റെ പേര് മിനി ജിജോ. എൻ്റെ പേര് സോണിയ ബെന്നി. എൻ്റെ പേര് രാധിക റജി. ശരിക്കും നിങ്ങളുടെ കൂട്ട് വലിയ വൈറലായിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം അത് പ്രചരിക്കുകയാണ്. നിങ്ങൾ ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു. അതെങ്ങനെയാണ്? സ്കൂളിൽ പഠിക്കുമ്പോഴാണോ അതോ വീടിനടുത്തുള്ളവരാണോ? ഞങ്ങൾ വീടിനടുത്തുള്ള, ഞങ്ങൾ തൊട്ടടുത്ത വീടുകളിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. പിന്നെ ഞങ്ങൾ അപ്പനപ്പൂപ്പന്മാർ തൊട്ടേ സുഹൃത്തുക്കളാണ്. അതിപ്പോഴും ഞങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത്. നിങ്ങൾ സ്കൂളിലൊക്കെ പോകുന്നത് ഒരുമിച്ചാണോ? അതെ, ഞാനും ഇവള് ഒരുമിച്ചാണ് സ്കൂളിൽ പോയി. ഞങ്ങൾ ഒരേ സ്കൂളിൽ ഒരേ ഡിവിഷനിലാണ് പഠിച്ചത്. ഇവള് ഗവൺമെൻറ് സ്കൂളിലാണ്. എന്നാലും ചിലപ്പോൾ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും പോകുന്നത്. മിക്കവാറും ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. സമയം വ്യത്യാസം വരുമല്ലോ, അതിപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ നിങ്ങളെ 3 പേരെയും കണ്ടപ്പോഴുണ്ടല്ലോ, നിങ്ങൾ കുട്ടിക്കാലം മാറിയിട്ടില്ല. ഇപ്പോൾ അതെന്താണ്? അതെല്ലാരും പറയാറുള്ള കാര്യമാണ്. ഞങ്ങളെ വീട്ടിൽ തന്നെ പറയും, നാട്ടുകാരും പറയും കുട്ടിക്കളി മാറിയിട്ടില്ല. അതെ. അന്ന് നിങ്ങളപ്പം എങ്ങനെയാണ്? നല്ല കുസൃതികളാണോ? വീട്ടുകാർക്കും സ്കൂൾ അധികൃതർക്കൊക്കെ പാരയായിരുന്നോ? പിന്നെ അങ്ങനത്തെ പറയില്ല, ഞങ്ങളുടെ കൂട്ടിൽ ഞങ്ങൾ കുസൃതികളൊക്കെ ഉണ്ട്. എന്താണ്? സിനിമയെ കാണാൻ പോയിട്ടുണ്ടോ? പിന്നെ സിനിമ കട്ട് ചെയ്ത് പോയിട്ടില്ല. വീട്ടുകാരോട് എന്നെ വീട്ടിൽ ഇച്ചിരി സ്ട്രിക്റ്റ് അച്ചാച്ചിയെ. ഇപ്പോൾ ഇവരുടെ അമ്മ സിനിമ കാണാൻ പോകുമ്പോഴത്തേക്ക് എൻ്റെ അച്ചാച്ചിയോട് ചോദിക്കും, വേയിച്ചായ എന്നാണോ മറിയാമ്മേനും കൂടി വിടാവോ? അപ്പോൾ എന്നെ ഇവരുടെ വീട് ചെല്ലപ്പേര് വിളിക്കുന്നത് മറിയാമ്മ മാമോദീസ പേരാ. മറിയാമ്മേനും കൂടി വിടാവോ എന്ന് ചോദിക്കും. അപ്പോൾ അച്ചാച്ചി നമ്മളോട് ഇച്ചിരി ഇതാണേലും നാട്ടുകാർക്കൊക്കെ പ്രിയനാ, അതുകൊണ്ട് വിടും. ആ കാലഘട്ടത്തിലേക്ക് ഏതായിരുന്നു സിനിമ? ഞങ്ങൾ ആദ്യമായിട്ട് പോയി കണ്ട സിനിമ ആകാശദൂതാണോ? ആകാശദൂത് ഞങ്ങളല്ല, നമ്മൾ ഫാമിലി ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പോയി കണ്ട, വീട്ടുകാരെല്ലാം കൂടെ എല്ലാം വന്ന്. അപ്പൊ അപ്പന്മാരും ഇരുന്ന് കരഞ്ഞു ആ സിനിമ. പിന്നെ പോയി കണ്ട പിന്നെ നീ പറഞ്ഞു ഓർത്തേ, ചന്ദ്രികാമ്മയുമായിട്ട് പോയിരുന്ന് കണ്ട സിനിമയൊക്കെ ഓർത്തേ. പിന്നെ നിങ്ങൾ അനിയത്തിപ്രാവിന്റെ സിനിമയൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾ 3 പേരും ഒരുപാട് എടുത്ത് ഞങ്ങളുടെ ചങ്ങനാശ്ശേരി പള്ളി പെരുന്നാളിന് അതൊരു ഞങ്ങൾ ഒരേപോലത്തെ, ഞങ്ങൾ രണ്ടുപേരും ഒരുപോലത്തെ ഇടുന്നത്. അത്രയ്ക്കും നിങ്ങൾ തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു അല്ലേ? അതുപോലത്തെ ഫ്രണ്ട്സ് ആയിരുന്നു. ശരിക്കും ഈ സ്കൂൾ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലൊക്കെ നിങ്ങൾ വീട്ടിലോട്ട് പോകുമായിരുന്നു, വീടുകളിലൊക്കെ പോകുമായിരുന്നു? വീടുകളിൽ പോവും. കല്യാണം കഴിഞ്ഞൊക്കെ ആണെങ്കിലും ഞങ്ങൾ വേറെ താമസിക്കാൻ തുടങ്ങിയപ്പോൾ ഇവളെ കാണാനായി. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. പിന്നെ ഞങ്ങൾ ഇവിടെ വീട് തപ്പി ഞങ്ങൾ ഇവിടെ വീട്ടിൽ പോയി. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ആഘോഷമായിരുന്നു. സൗഹൃദം പിന്നെയും ഞങ്ങൾ പുതുക്കി ആഘോഷിച്ചു. പിന്നെ സ്ട്രോങ് ആയത് എപ്പോഴാണ്? 2000 നമ്മുടെ കൊറോണയുടെ സമയത്താണ് ഞങ്ങൾ കൂടുതൽ ശക്തമായിട്ട് തിരിച്ചു വന്നത്. ആ സമയത്ത് ഇവക്ക് ജോലി ചെയ്യണ്ട, എനിക്ക് കടയിൽ പോകണ്ട. അപ്പോൾ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി എപ്പോഴും വിളിക്കുകയും
വീഡിയോ കോൾ വരികയൊക്കെ ചെയ്യും. അപ്പം അത് വീട്ടിൽ screenshot ഇടും. സ്ക്രീൻഷോട്ട് എന്നിട്ട് അത് എടുത്ത് status സ്റ്റാറ്റസ് ഇടും. ഈ ജോലിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ചേച്ചിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്താണ്? ഞാനൊരു സ്കൂളിൽ ക്ലീനിങ് സെക്ഷനിൽ വർക്ക് ചെയ്യുമായിരുന്നു. ചേച്ചിക്ക് കട? ഞങ്ങൾക്ക് ചങ്ങനാശ്ശേരിയിൽ ഒരു ഫ്രൂട്ട്സ് കടയാണ്, ഫ്രൂട്ട്സും ജ്യൂസും കൂടെ. അപ്പം ഞാനും ഹസ്ബൻഡും ചേച്ചി കട തയ്യലാണ്. അപ്പം നിങ്ങൾ 3 പേരും ഈ തയ്യൽ ജോലി ചെയ്തിട്ടുണ്ടല്ലേ? ചേച്ചിക്ക് കടയുണ്ടോ? തയ്യൽ കട ആർക്കാ ഉള്ളത്? തയ്യക്കടയായിട്ട് ഞങ്ങൾക്ക് ആർക്കും ഇല്ല. ഞാൻ ഇട്ടായിരുന്നു, പറയിലിട്ടായിരുന്നു. അത് പക്ഷേ നമുക്ക് അന്നേരം നമ്മൾ ഈ റെന്റിനായത് കാരണം കൊണ്ട് മാറേണ്ടി വന്നു. പിന്നെ ആ കടയിൽ നിന്ന് ജോലിക്ക് പോകേണ്ട വന്നു. ജോലിക്ക് പോയി. അങ്ങനെ പിന്നെ ഞാനൊരു സ്കൂളിൽ ഇങ്ങനെ കയറി. ഞാനിവിടെ വന്നപ്പോഴേ ശരിക്കും രോഗത്തിൻ്റെ കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളെ കണ്ടപ്പോൾ അങ്ങനെ തോന്നുന്നേ ഇല്ല. നിങ്ങൾ എങ്ങനെയാണ് ഇത് ചിരിച്ചുകൊണ്ട് ഈ രോഗത്തെ നേരിട്ടത്? ചിരിച്ചുകൊണ്ട്, ആദ്യം ഞാൻ ചിരിച്ചുകൊണ്ടല്ല നേരിട്ടത്, കരഞ്ഞുകൊണ്ട് തന്നെയാണ് നേരിട്ടത്. പക്ഷേങ്കിൽ പോകെ പോകെ കൂടെയുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടും കൂട്ടായിട്ട് ഇവർ രണ്ടുപേരും ഒപ്പം എപ്പോഴും ഉണ്ടായിരുന്നു. വീട്ടുകാരുടെ സപ്പോർട്ടും എല്ലാം കൊണ്ട് അതിനെ ഒരു രോഗിയാണെന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വന്നേയില്ല. എപ്പോഴും ആ ഒരു സന്തോഷം തരാൻ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. വീട്ടുകാരുടെ കാര്യം പറഞ്ഞു. ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആരാണ്? എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോനുമാണ്. പിന്നെ എൻ്റെ കുഞ്ഞാൻ്റെ അങ്കിളും എന്നെ 3 മാസക്കാലം അവരുടെ വീട്ടിൽ നിർത്തി എന്നെ നോക്കിയത്. അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് വന്നത്. കീമോ ആദ്യത്തെ 4 എണ്ണം കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് പോരുന്നത്. പിന്നീടുള്ള സമയങ്ങളിലും ഹസ്ബൻഡ് മോനും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള വീടുകളിലുള്ളവരും ഒക്കെ നല്ല രീതിയിൽ വേണ്ട എല്ലാ സപ്പോർട്ടുകളും എനിക്ക് ചെയ്തു തന്നു. കാരണം എനിക്ക് പുറത്തുനിന്നുള്ള ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഞങ്ങളുടെ തൊട്ടടുത്തുള്ള വീട്ടിലെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ എനിക്ക് വേണ്ട എല്ലാം എനിക്ക് സമയാസമയങ്ങളിൽ എൻ്റെ ആങ്ങളയുടെ വീട്ടിൽ നിന്നും എൻ്റെ ചേച്ചിമാരുടെ വീടുകളിൽ നിന്നും ഒക്കെ എനിക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ദൈവം മുന്നോട്ട് കൊണ്ടുപോയി. അതുപോലെ സോണിയ ചേച്ചിയുടെ എന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ചേട്ടായും എൻ്റെ അമ്മയ്ക്ക് വന്നതെന്ന് പറഞ്ഞല്ലോ, അമ്മ കൂടെ നിന്ന് നോക്കിയത്. പിന്നെ എനിക്ക് 2 ചേട്ടായിമാർ, അവരും അവരുടെ ഭാര്യമാരും, പിന്നെ എൻ്റെ റിലേറ്റീവ്സും. പിന്നെ നമ്മളെ മെൻ്റലി നമ്മളെ സപ്പോർട്ട് ചെയ്തത് കുറച്ച് വൈദികരുണ്ടായിരുന്നു. അവർ നല്ലപോലെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ അല്ലാതെ നമ്മുടെ വേറെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരും ഒക്കെ നല്ലപോലെ പ്രാർത്ഥിച്ചു. ചേച്ചിക്ക്? എനിക്കും എൻ്റെ ഭർത്താവും എൻ്റെ മക്കൾ 2 പേരും. ഏറ്റവും കൂടുതൽ എൻ്റെ മോള് +2 പഠിക്കുമായിരുന്നു. ഒത്തിരി കഷ്ടപ്പെട്ടു. പിന്നെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പരസ്പരം ഒരു താങ്ങായി. അതെ ഞങ്ങൾ വീട്ടുകാർ ഇപ്പം സൗഹൃദത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സപ്പോർട്ട്, അത് തിക്കായിട്ട്. പിന്നെ വീട്ടുകാർ നമുക്ക് ഓൾറെഡി സപ്പോർട്ടാണ്. പക്ഷേ ഫ്രണ്ട്സ് അങ്ങനെ ആകണമെന്നില്ലല്ലോ. അതാണ് ഞങ്ങൾ. പക്ഷെ ഞങ്ങൾക്ക് ഒരാളെ ഞങ്ങളുടെ മനസ്സങ്ങനായിരുന്നു. ശരിക്കും ഒരു വിളിയിലോ 2 വിളിയിലോ അല്ലെങ്കിൽ ഒരു കാഴ്ചയിലോ നിൽക്കേണ്ട സൗഹൃദം ആണ് സാധാരണ എല്ലാവരും ഇങ്ങനെ ഒരവസ്ഥയിൽ കൂടി ഉള്ളപ്പോൾ ആർക്കും സമയമില്ല. പക്ഷേ എങ്കിൽ അതല്ല, ഞങ്ങൾ കൂടുതൽ സമയം കണ്ടെത്തി. ഞങ്ങൾ 3 പേർക്കും വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത് എൻ്റെ കടയിൽ വെച്ച് തന്നെയാണ്. ഞങ്ങളുടെ 3 പേരുടെയും സംഗമ സ്ഥലം അതാണ്. ശരിക്കും ഇപ്പം വന്നേക്കുന്നത് ചേച്ചിയുടെ വീട്ടിലാണ്? അതെ എൻ്റെ വീട്ടിലാണ് വന്നേക്കുന്നത്. ചേച്ചി എന്താണ് ഇവർക്ക് സ്പെഷ്യൽ എന്താണ് ഉണ്ടാക്കിയത്? സ്പെഷ്യൽ ഇവള് ഇന്ന് ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞപ്പോഴേ എന്നോട് വിളിച്ച് പറഞ്ഞു, ഓക്കെ ഏത്തക്കാപ്പവും ബീഫും വേണമെന്ന് പറഞ്ഞു. അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചക്കെത്താനുള്ള ചോറ് ചെറിയ രീതിയിൽ. ഏത്തക്കാപ്പം അതാണോ ഇഷ്ടം ചേച്ചിക്ക്? അതെ എൻ്റെ ഫേവറേറ്റ് ആണ്. ചേച്ചിക്കോ? അവർക്ക് അങ്ങനൊന്നുമില്ല. ഞാനാണോ ഇച്ചിരി സ്പെഷ്യൽ, എൻ്റെ ക്യാരക്ടറാണ്. ഇവള് പുറത്തുനിന്നുള്ള ഫുഡൊക്കെ ആണെങ്കിലും ഇവള് കഴിച്ചോളും. ഇത് ഇച്ചിരി ശുദ്ധിയും വൃത്തി സൗന്ദര്യവും ഒക്കെ നോക്കിയൊക്കെ കഴിക്കുള്ളൂ. ഞങ്ങള് കൂടെ പോയാൽ ഇവളെയും കൊണ്ട് എവിടെയെങ്കിലും പോയാലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ ഫുഡാണ്. നമ്മൾ പറയുന്നിടത്തൊന്നും ഇവള് കയറത്തില്ല. അത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ 3 പേരും സുന്ദരിമാരാണ് ഇപ്പോഴും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അത്രയും പറയാനല്ലോ. അതാണല്ലോ വാസ്തവങ്ങൾ നമ്മൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങള് സുന്ദരിമാരായിരുന്നു, പക്ഷെ ഞങ്ങള് സൗന്ദര്യം വീണ്ടെടുക്കും. അതെ, നിങ്ങൾക്കിപ്പം കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ സുന്ദരിമാരാന്ന് തന്നെ ഞാൻ പറഞ്ഞത്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള കാര്യം, ഇപ്പം മുടി ഇച്ചിരി കുറവാണ്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് അത് ഈ കീമോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആണോ നഷ്ടപ്പെട്ടത് അതോ? അല്ല, എൻ്റെ മുടി കീമോയുടെ സമയത്ത് എൻ്റെ അധികടയും പോയി. സോണിയയ്ക്ക് കീമോ ഇല്ലാത്ത കാരണം അവളുടെ മുടിയൊന്നും പോയില്ലായിരുന്നു. എൻ്റെ മുടി കൊഴിഞ്ഞു പോകുന്നതിന് മുമ്പേ തന്നെ ഞാൻ നല്ല നീളമുള്ള മുടിയായിരുന്നു, അത് കട്ട് ചെയ്തെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി മുടി നമ്മൾ കളയാതെ തന്നെ അതങ്ങ് പോയി, ആ മരുന്നിൻ്റെ ഇതിലങ്ങ് പോയായിരുന്നു. അത് എനിക്ക് ജൂലൈ വരെ മുടി കിളുത്തിട്ടില്ലായിരുന്നു. ജൂലൈക്ക് ശേഷമാണ് മുടി കുറേശ്ശെ കിളുക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ആഘോഷമായിട്ട് വേളാങ്കണ്ണിക്ക് പോയി. ഞങ്ങൾ 3 പേരും കൂടെ വേളാങ്കണ്ണി പള്ളിയിൽ പോയി. അവിടെ പോയി മുട്ടയടിച്ച് അത് കഴിഞ്ഞ് കിളിർത്ത് വരുന്ന ഭാഗമാണ് ഇത്. അപ്പം കൂട്ടുകാരികളുടെ മുടി നഷ്ടപ്പെട്ടപ്പോൾ ചേച്ചി പോയി മുട്ടയടിച്ചു. ഞങ്ങൾ 3 പേരും കൂടി അവരുടെ ആ വിഷമം എനിക്ക് അന്നേരം പറ്റിയില്ലായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ സാഹചര്യം കൊണ്ട് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പോയി മുടി മുറിച്ചു.
പിന്നെ ഇതിനു മുമ്പ് ഇവർക്ക് ഞങ്ങൾക്ക് അസുഖം വരുന്നതിന് മുമ്പ് ഇവർക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു പാമ്പാടിയിൽ. അവരുടെ ഒരു കസിൻ്റെ ഒരു മാമോദിസായിക്ക് പോയപ്പം, കൊച്ചിൻ്റെ മാമോദിസായിക്ക് പോയപ്പം ഇവിടെ മോൻ വിളിച്ചിട്ട്, ഞാൻ ഇപ്പോൾ സ്കൂളിൽ വർക്ക് ചെയ്യുക, അന്നേരം ഇപ്പോൾ അവിടെ മോൻ വിളിച്ചിട്ട് പറഞ്ഞു, ആൻറ്റി അച്ചാച്ചനും അമ്മയ്ക്കും ഒരു ആക്സിഡൻ്റ് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇവൻ ഫോൺ വെച്ചപ്പോൾ എനിക്കിങ്ങനെ ആക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ കൂടെ വേറെയൊക്കെ പോകുമല്ലോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇരുന്നോട്ട് ഇരിപ്പ് ഉറക്കുന്നില്ല, എനിക്ക് ശരീരം അല്ലെങ്കിൽ വിറയ്ക്കാൻ തുടങ്ങി. എന്നാ പറ്റി, ഇവളെ വിളിച്ചോട്ട് ഫോണും എടുക്കുന്നില്ല, കൊച്ചിനെ വിളിച്ചിട്ട് പിന്നെ അവനും എടുക്കുന്നില്ല. ഞാൻ പിന്നെ പെട്ടെന്ന് ഞങ്ങളുടെ പ്രിൻസിപ്പാൾ അച്ഛനോട് ഇരുന്ന് ചോദിച്ചു, അച്ഛാ എൻ്റെ കൂട്ടുകാരിക്ക് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റി, ഞാൻ പാമ്പാടി വരെയും പൊയ്ക്കോട്ടെ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, അച്ഛൻ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് എൻ്റെ ഞങ്ങളുടെ ബാല്യകാല സുഹൃത്തുക്കൾ, എനിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നാൽ പോയിട്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞു. പിന്നെ ഞാൻ പെട്ടെന്ന് പോയപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇറങ്ങി വരും ആശുപത്രിയിൽ നിന്ന്. എന്നാൽ ഇപ്പോൾ ഇവിടെ കൈ ഒടിഞ്ഞു, കൈ ഇങ്ങനെ കെട്ടിവെച്ചുകൊണ്ട് വരും. ഞങ്ങൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ അവരുടെ വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് പിന്നെ 30 ദിവസമൊക്കെ കൈ അനക്കാൻ പറ്റത്തില്ലായിരുന്നു, റെസ്റ്റ് വേണമായിരുന്നു. ആ 30 ദിവസം ഞാനാണ് ഇവളെ പോയി കുളിപ്പിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് 30 ദിവസവും. എന്നപ്പം ഞങ്ങൾ അത് കഴിഞ്ഞപ്പോൾ ഇവൾക്ക് ഒരു ആക്സിഡൻ്റ് ആയി. അത് ശരിക്കും എനിക്ക് വേണ്ടിയിട്ട് പോയിട്ട് വന്ന സമയത്തായിരുന്നു. എനിക്ക് പെറ്റ് സ്കാൻ ചെയ്യണമായിരുന്നു. അപ്പോൾ അത് ചെയ്ത് കാരിത്താസിലായിരുന്നു. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് 2 ദിവസം കഴിഞ്ഞേ കിട്ടുള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 2:30 ആകുമ്പോൾ ഡോക്ടറെ കാണുകയും വേണം. അപ്പോൾ ഇവള് പെട്ടെന്ന് മേടിച്ചുകൊണ്ട് ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ വരുമായിരുന്നു. വന്ന് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഇവളെ വന്നൊരു ഓട്ടോറിക്ഷ വന്ന് ഇടിച്ച് ഇവൾ മറിഞ്ഞു വീണു. എന്നിട്ടും അവൾ അത് എന്നെ പോലും അറിയിക്കാതെ ഇവൾ ആ റിപ്പോർട്ടുമായിട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് വന്ന് എന്നെയും കൂട്ടിക്കൊണ്ട് ഇവളും അങ്കിളും ഹസ്ബൻഡും കൂടാണ് പോകുന്നത്, ഹോസ്പിറ്റലിൽ പോകുന്നത്. അവിടെ ചെന്ന് എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇവൾ പറയുന്നത് ഇങ്ങനെ ഇവൾക്ക് ആക്സിഡൻ്റ് ആയി എന്നുള്ള കാര്യമെല്ലാം പറയുന്നത്. പിന്നെ പിറ്റേ ദിവസം ഇവൾക്ക് വരാൻ പറ്റിയില്ലായിരുന്നു കീമോ എടുക്കാൻ പോകാനായിട്ട്. കാരണം അപ്പം പിന്നെ കീമോ എടുക്കാൻ വരാനായിട്ട് ഇവർക്ക് പറ്റിയില്ലായിരുന്നു. അന്നേരപ്പോഴത്തേക്കിനും പിന്നെ അന്ന് അങ്കിളാണ് കൂടെ വന്നത്. അതിന് ശേഷമുള്ള ദിവസങ്ങളിലാണെങ്കിൽ എനിക്ക് 12 കീമോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ 12 പ്രാവശ്യം പോകുമ്പോഴും 12 പ്രാവശ്യമല്ല അതിൽ കൂടുതൽ പോകണം. നമുക്ക് ബ്ലഡ് ടെസ്റ്റ്, എനിക്ക് കൗണ്ട് കുറഞ്ഞു പോകുമായിരുന്നു. അങ്ങനെ ഒരുപാട് പോക്കുകൾ വേണമായിരുന്നു. അപ്പോൾ ഒക്കെ ഇവളുടെ പിള്ളേരും എൻ്റെ കസിൻ ചേച്ചിയും അങ്കിളും അങ്ങനെ മാറിയൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. ഒരു പ്രാവശ്യം പക്ഷേ ഇവർ രണ്ടുപേരും കൂടെ വന്നു. ആ സമയത്ത് ഇവർക്ക് കീമോ തീരുന്നതേ ഉള്ളൂ, ഇവളുടെ എല്ലാം കഴിയുന്നതേ ഉള്ളൂ. എന്നിട്ടും അവൾ ആ സന്ദർഭത്തിൽ ഒരു പ്രാവശ്യം എനിക്ക് കൂട്ടായിട്ട് വന്നു. അപ്പം നമുക്ക് ഇതുപോലുള്ള കൂട്ടുകാർ വേണം എല്ലാവർക്കും. എങ്കിലേ നമ്മൾ ഇതുപോലുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്കൊരു ഭയങ്കര ഒരു നമ്മളെ ചേർത്ത് പിടിക്കാനും നമുക്ക് എല്ലാം കൊണ്ടും ജോലിയോ സമയമോ ഒന്നും അല്ല പ്രശ്നം. നമുക്ക് ആപത്ത് ഘട്ടങ്ങളിലാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണം വേണ്ടത്, അല്ലേ, സഹായം വേണ്ടത്. ഇപ്പോൾ ഒരു ജോലി ഉണ്ടെന്ന് പറഞ്ഞോ, ഇപ്പോൾ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഇവിടെ കൂടെ പോയി നിന്ന് ശുശ്രൂഷിക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ സ്കൂളിലെ ജോലി പോയെന്ന് പറഞ്ഞില്ലേ, സ്കൂളിൽ എനിക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്ന കാരണം കൊണ്ട് ഞാൻ സ്കൂളിലെ ജോലി നിർത്തി ഞാൻ കമ്പ്യൂട്ടർ പഠിക്കാൻ പോയി. എന്നാലിപ്പം ഞാൻ കമ്പ്യൂട്ടർ പഠിത്തം കഴിഞ്ഞ് ജോലിക്ക് കയറാൻ നിന്നപ്പോഴാണ് എനിക്ക് കീമോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴത്തേക്കിനും ഞാനപ്പോൾ സങ്കടപ്പെട്ട് എനിക്ക് ആരും ഇല്ല എന്നെ നോക്കാനായിട്ട്, കൂടെ വരാനും ആരും ഇല്ലല്ലോ. അപ്പം ഞാൻ എന്നാ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ ആ ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ ഇരുന്ന് അങ്ങ് പൊട്ടിക്കരയുമോ. കരഞ്ഞു കഴിയുമ്പോൾ ഇവൾ പറഞ്ഞു, നീ വിഷമിക്കേണ്ടടി, ഞാൻ നിൻ്റെ കൂടെ, ഞാൻ എനിക്ക് കിട്ടിയ ജോലി വേണ്ടെന്ന് വെക്കുക, ഞാൻ നിൻ്റെ കാര്യങ്ങൾ മൊത്തം തീർന്നു കഴിഞ്ഞിട്ടേ പുതിയൊരു ജോലിക്കായിട്ട് ശ്രമിക്കത്തുള്ളൂ, കിട്ടുന്ന തയ്യലും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് അടിച്ചു പൊളിച്ചങ്ങ് പോകാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ധീരമായ തീരുമാനം ഇവളെടുത്ത് ഒപ്പം നിന്നു. 6 മാസം ഡിസംബർ തൊട്ട് ജൂലൈ വരെ ഞാനിവിടെ കൂടെ ഫുൾ ഹോസ്പിറ്റലിൽ പോകാനും കൊണ്ടുവരാനും എല്ലാം ഞാൻ നിന്നു. അതിന് ഞാൻ പറയേണ്ട എൻ്റെ ആ മനസ്സും എൻ്റെ ചേട്ടായുടെ മനസ്സും എന്നെ വിടാനുള്ളൊരു മനസ്സ് കാണിച്ചു. എന്നു വെച്ചാൽ ഞാനും ഈ ഒരു അവസ്ഥയെ കൂടി പോകുന്നതല്ലേ, ആ ചേട്ടായുടെ ഒരു മനസ്സ് എൻ്റെ കൂടെയും വന്നു, ഇവിടെ കൂടെ ഞാൻ പോയി. എന്ന് വെച്ചാൽ എനിക്ക് ഇവരാണ്, എൻ്റെ കുടുംബം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവരാണ്. പരസ്പരം ഈ വേദനകൾ നിങ്ങൾ ഈ സ്നേഹം കൊണ്ടും സൗഹൃദം കൊണ്ടും നിങ്ങൾ അറിയാൻ പറ്റും. ഞങ്ങൾ ഒരാൾക്ക് ഇപ്പം എനിക്കൊരു വിഷമം വന്നാൽ ഉടനെ ചോദിക്കുക, സോണിയയ്ക്ക് എന്നാ പറ്റിയടി എന്തുകൊണ്ട്, ഇപ്പം ഞാൻ ഉടനെ പറയടി എനിക്ക് ഇന്നപോലെ വിഷമമുണ്ട്. അതുപോലെ തന്നെ ഇവളുമാർക്കാണേലും ഒരു ശരിക്കും നമ്മളെ ലിജി ചേച്ചി എഴുതിയ പോലെ സൗഹൃദത്തിന്റെ ആകാശം തൊട്ടവർ അല്ലേ? അതെ തീർച്ചയായിട്ടും. അതെന്ന് ചോദിച്ചാൽ ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ തൊട്ടു, അതൊക്കെ മേലെ പോയെന്ന് പറയാം. ആണോ? നിങ്ങളുടെ ജീവിതത്തെ പറ്റിയൊക്കെ ഞാൻ ചോദിച്ചു. നിങ്ങളുടെ 3 പേരുടെ ആഗ്രഹം എന്താണ്? ഞങ്ങൾക്ക് 3 പേർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങൾ ലാലേട്ടനെ കണ്ടിട്ടുണ്ട് സ്ഫടിക ഷൂട്ടിങ്ങിൻ്റെ സമയത്തിൽ. പിന്നെ ഞങ്ങളുടെ അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു സംഗീത എന്നും പറഞ്ഞിട്ട്, അതിൻ്റെ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ ജയറാമേട്ടനെയും കണ്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് മമ്മൂക്കായെ ഞങ്ങൾക്ക് 3 പേർക്കൂടെ ഒന്ന് കാണണമെന്നുള്ളതാണ് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമാണ്. മമ്മൂക്കായെ കാണണം. പിന്നെ എനിക്ക് എൻ്റെ വലിയ ആഗ്രഹം കേട്ടോ, എന്താണെന്ന് ആഗ്രഹം കൂടുതലാണ് ഇവക്ക്. എനിക്ക് വിശുദ്ധനാട് സന്ദർശിക്കണമെന്നൊരാഗ്രഹം. എനിക്ക്
ഈശോയുടെ ആ നാട് ഒന്ന് സന്ദർശിക്കണമെന്ന് വലിയ ആഗ്രഹമാണ്. അത് നടക്കുമോ എന്നറിയത്തില്ല കേട്ടോ, ആഗ്രഹമാണ്. ആഗ്രഹിക്കാവില്ല, അതിന് കാശ് കൊടുക്കണ്ടല്ലോ. ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല, അപ്പൊ അവക്ക് വലിയ ആഗ്രഹം ദുബായിലൊക്കെ ഒന്ന് ഫ്ലൈറ്റിൽ കയറി പോണോന്നുള്ളത്. ആ കൂടെ ഞങ്ങൾക്കും ഒരാഗ്രഹമുണ്ട്. ശരി, അപ്പൊ ചേച്ചി ദുബായ് പോകാൻ വേണ്ടി ആഗ്രഹമുണ്ട്. ദുബായിൽ നിങ്ങൾ അങ്ങനെ പോവുകയാണെങ്കിൽ 3 പേരും കൂടെ ഒരുമിച്ച് അതെ അതെ, അങ്ങനെ ഞങ്ങൾ ഇനിയുള്ള യാത്ര ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ച്. അതിനുള്ള സാധ്യതകൾ കുറവാണ്. പിന്നെ ആഗ്രഹം ചോദിച്ചപ്പോ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ഈ ശരിക്കും ഇതൊക്കെ ആഗ്രഹം സഫലീകരിക്കണമെങ്കിൽ നമുക്കൊരു വരുമാനമാണ് വരുന്നത്. അപ്പൊ നിങ്ങളുടെ ഇപ്പൊ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നവരല്ലേ, അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ? ഞാൻ കാരണം ശരിക്കും പറഞ്ഞാൽ ഇവക്ക് രണ്ടാമത് കിട്ടിയ ഒരു ജോലി അവൾ വേണ്ടെന്ന് വെച്ചത് എൻ്റെ കൂടെ വരാനും എനിക്ക് കൂട്ടിനും ഒക്കെ വേണ്ടിയിട്ടാണ്. കിട്ടിയ ജോലി പോലും വേണ്ടെന്ന് വെച്ചാൽ അവൾ എന്നെ ശുശ്രൂഷിക്കാൻ വേണ്ടി കൂടെ നിന്നത്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് 3 പേർക്കും അറിയാവുന്ന തൊഴിൽ തയ്യലാണ്. അപ്പം ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തായിരുന്നു ഒരു തയ്യക്കടയായിട്ട് എവിടെയെങ്കിലും തുടങ്ങാം. അത് വലിയ ടൗൺ ഏരിയയായി വേണമെന്നൊന്നുമില്ല. ഇപ്പം നമ്മളെ കൊണ്ട് ഞങ്ങൾക്ക് 3 പേർ കൂടി വരാൻ പറ്റുന്ന ഒരു സ്ഥലത്ത്. അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പരസ്പരം കുറേ സമയം കിട്ടുമല്ലോ കണ്ടുമുട്ടാനും സംസാരിക്കാനും എല്ലാം. അപ്പം പിന്നെ ഞങ്ങൾക്ക് ചെറിയ വരുമാനം, ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കണ്ടേ. പിന്നെ ഈ ചികിത്സയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീമമായ ചെലവ് അതിന് വേണ്ടിയിട്ട് വരുന്നത്. അപ്പം അത് നമുക്ക് സാധാരണക്കാരെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിന്റെ അപ്പുറവാതെ. അപ്പം ഞങ്ങൾ സാധാരണക്കാര്, ഞങ്ങളുടെ ചേട്ടന്മാരാണേലും നമ്മുടെ വരുമാനം, വീട്ടു ചെലവ് അതൊക്കെ നടത്തേണ്ടത്. അപ്പം നമുക്കൊരു വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾക്കാവുമല്ലോ. ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഇടാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അത് ദൈവം അനുഗ്രഹിച്ചാൽ എങ്ങനെയാണ്, എവിടെയാണ് പ്ലാൻ ചെയ്യുന്നത്? ഞങ്ങൾ നോക്കുന്നുണ്ട്. ഇപ്പം പായ്പാട് തന്നെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇടാം എന്നുള്ള ഒരു രീതിയിലാണ്. അതാകുമ്പോൾ ഇവിടെയൊക്കെ ആകുമ്പോഴത്തേക്ക് റെൻ്റൊക്കെ ഇച്ചിരി കുറവായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ സിറ്റിയിലൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഭയങ്കര റെൻ്റ്, അത് നമുക്ക് പറ്റത്തില്ല. ചെറിയ ലൊക്കാലിറ്റിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെൻറ്റും കുറവാണ്. ഇപ്പോൾ ഇവിടെ ആണെങ്കിലും ഒന്ന് വന്ന് നമുക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ചുമ്മാതിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് ചെലവുകളും വരുമല്ലോ തീർച്ചയായിട്ടും. ഇപ്പം എനിക്ക് 10 വർഷം മെഡിസിൻ എടുക്കണം. എനിക്കിപ്പോൾ ഈ മെഡിസിൻ എടുക്കാൻ തുടങ്ങി ഇപ്പം 2 വർഷമായെന്ന് പറഞ്ഞില്ലേ. മെഡിസിൻ എടുക്കാൻ തുടങ്ങിയപ്പം ഒത്തിരിയും രോഗങ്ങൾ പുറകെ ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ട്. ഷുഗറുണ്ട്, പിന്നെ അലർജിയുടെ ഞാൻ നേരത്തെ തൊട്ട് എടുക്കുന്നതാണ്. പിന്നെ അനീമിയ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ മെഡിസിൻ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ ചിലവ് കൂടുതലാണ്. ഇതൊക്കെ അതുപോലെ തന്നെ 10 വർഷം മെഡിസിൻ എടുക്കണം. അപ്പോൾ അതിനുമൊക്കെ വരുമാനം വേണ്ടേ. നമ്മുടെ ഹസ്ബൻഡിനും കൂലിപ്പണിയാണ്. എല്ലാം ഒരു കൂലിപ്പണിക്കാരനും അറിയാമല്ലോ, സാധാരണക്കാരൻ്റെ ജീവിതം എന്ന് പറയുന്നത് അന്നു കൊണ്ടുവന്ന് കഴിയുന്നതാണ്. അതെ അതെ അതെ. അപ്പം നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാരെ ഒന്ന് സഹായിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സാഹചര്യം കൊണ്ട് അങ്ങനെ പോയി. ഒരു കാര്യം ചോദിച്ചത്, നിങ്ങൾക്ക് ഇൻഷുറൻസ് അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് 3 പേർക്കും ഇൻഷുറൻസ് ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങളെല്ലാവരും കൈ പൈസ കൊണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇൻഷുറൻസ് എന്ന് പറയാൻ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട്. അതിലാണ് ഞങ്ങളുടെ ഇതെല്ലാം പോയത്. അത് ഞങ്ങൾക്ക് ദൈവം തന്നെ വലിയൊരു അനുഗ്രഹമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടൊന്നും പിടിച്ചാൽ കിട്ടത്തില്ല. ഈ അസുഖം വന്നാൽ കിട്ടത്തില്ല. അത് ദൈവാനുഗ്രഹമാണ്. അങ്ങനെ ഒരു ഇതെടുത്ത് പെട്ടെന്നാണ് നിങ്ങൾക്ക് അസുഖം വന്നത്, കാരണം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ചാൽ 2002 എനിക്ക് വന്നു. 2022 സോറി 2022 23 ഇവക്ക് വന്നു. 24 എനിക്ക് ജൂൺ അല്ല 24 ജനുവരി 2. ഒരു വർഷം ഒരു ഗ്യാപ്പിൽ ഓരോ വർഷവും 2023 24. ശരിക്കും നിങ്ങൾ ആദ്യ സമയത്ത് ഭയപ്പെട്ടു പോയോ? തീർച്ചയായിട്ടും. എനിക്ക് ആദ്യമേ ലെഫ്റ്റിലാണ് വന്നത്. ലെഫ്റ്റിൽ ഡിസ്ചാർജ് ആയിട്ട് വന്നപ്പോൾ ആദ്യമേ ഞാൻ ശരിക്കും ഭയപ്പെട്ടു പോയി. എന്നു വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് വന്നതുകൊണ്ട് ആ അമ്മേനെ കൊണ്ട് നടന്ന ആ സാഹചര്യമൊക്കെ നടക്കുമ്പോൾ ഞാൻ ശരിക്കും ഭയപ്പെട്ടു പോയി. അന്നേരപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു, എൻ്റെ ദൈവമേ എനിക്ക് ഇതുപോലെ ആയിരിക്കും, എന്നെ എടുക്കും, കുഞ്ഞുങ്ങളും 3 ചെറുത്. ചേട്ടായിക്കാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചേട്ടായി പോയി വേണം വീട്ടിലെ കാര്യങ്ങൾ നടത്താൻ. എന്ത് ചെയ്യുമെന്ന് ഓർത്ത്. അതിപ്പം ചേട്ടായിയാണ് എനിക്ക് എന്നാണ് താങ്ങായിട്ട് നിന്നത്. ചേട്ടായി പറഞ്ഞു, സോണിയ നീ പേടിക്കണ്ട, ഞാനുണ്ടല്ലോ കൂടെ, അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരുന്നു. ഇപ്പം അതാണെന്ന് നീ ഓർത്തോ. നമുക്ക് റിസൾട്ട് വന്നില്ല. റിസൾട്ട് വരാൻ 52 ദിവസം എടുത്തപ്പോൾ നമ്മൾ ശരിക്കും ഇങ്ങ് പേടിച്ചു പോയി. പക്ഷേ 52ാമത്തെ ദിവസം വരുന്നപ്പോൾ അത് നെഗറ്റീവാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. ദൈവം ഉണ്ട്, നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ ഇതാണ് ഞങ്ങളുടെ ശക്തി. ഞങ്ങൾക്ക് 3 പേർക്ക് വേറെ ശക്തി ഇതാണ്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു. 52ാമത്തെ പൊക്കെ എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഒത്തിരി വൈദികർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമുക്ക് വേണ്ടപ്പെട്ട ഒത്തിരി ആൾക്കാർ ഞങ്ങൾക്ക് വേണ്ടി എൻ്റെ ഇതറിഞ്ഞപ്പോൾ ഒത്തിരിയും പേര്, എനിക്കറിയാവുന്ന കുറേ അച്ഛന്മാർ പറഞ്ഞു പ്രാർത്ഥിച്ചു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒന്നും വരത്തില്ലെന്ന്. റിസൾട്ട് വന്നപ്പോൾ നെഗറ്റീവായിരുന്നു. പക്ഷെ നമ്മൾ സന്തോഷിച്ചു, കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ 6ാം മാസം
റൈറ്റിൽ വന്നു. റൈറ്റിൽ വന്നപ്പം ഇപ്പോൾ എനിക്ക് ചെട്ടായി തന്ന ആ മോട്ടിവേഷൻ എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ കൂളായിട്ടാണ് വന്നത്. ഞാൻ ഹോസ്പിറ്റലിൽ എന്നെ കാണിക്കാൻ ചെല്ലുമ്പോൾ ഞാൻ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഡോക്ടർ പറയും നീ തേമ്പി കണ്ടുപിടിച്ചല്ലേ. ഞാൻ പറയാം ഇല്ല ഡോക്ടറെ, നമുക്ക് അപ്പോൾ എന്നോട് ഞങ്ങളുടെ അമ്മേനെ കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞത് 35 വയസ്സ് കഴിയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം, അമ്മമാർക്കുള്ളത് കൊണ്ട് നമുക്ക് ജനറ്റിക്കായിട്ട് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചോണം എന്ന് പറയും. അതുകൊണ്ട് ഞാൻ 35 വയസ്സ് കഴിയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ഇവളോടും പറയുമായിരുന്നു ഒന്ന് നോക്കിക്കോണം. ഒരു കണക്കിന് എനിക്ക് വന്നതുകൊണ്ടായിരിക്കും ഇവരുടെ കണ്ടുപിടിച്ചത്. മനസ്സിലായോ? ഇല്ലെന്നുണ്ടെങ്കിൽ ഇവരും ശ്രദ്ധിക്കത്തില്ല. ഇവർ എനിക്ക് വന്നത് കാരണം കൊണ്ട് ഇവരും ശ്രദ്ധിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഇവർക്ക് ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ പറ്റി. ഇല്ലെന്നുണ്ടെങ്കിലും ഞങ്ങൾ 3 പേരും ശ്രദ്ധിക്കത്തില്ല. അത് കാരണം കൊണ്ട് ഞങ്ങൾക്കിങ്ങനെ 3 പേർക്ക് നിൽക്കാൻ പറ്റുന്നു. അതൊക്കെ പറയുമ്പോൾ നിങ്ങൾ സൗഹൃദം കൊണ്ട് നിങ്ങളിത് ഈ വേദനകളും ഒക്കെ മറികടത്തുകയാണല്ലേ? അതെ ഞങ്ങൾ തീർച്ചയായിട്ടും സൗഹൃദം എപ്പോഴും വേണം. ഇതുപോലുള്ള കൂട്ടുകാരെങ്കിലും ഒക്കെ എല്ലാവർക്കും തന്നെ വേണം. കാരണം നമുക്ക് എപ്പോഴും വേണം ഇതുപോലെ ചേർത്ത് നിർത്താൻ ചങ്കുകളെ വേണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ഈ സൗഹൃദം പുറം ലോകത്ത് അറിയിച്ച ഒരാളുണ്ട്, ലിജി എന്ന് പറഞ്ഞ അതേപ്പറ്റി നിങ്ങൾ ഇരിക്കാൻ പറ്റത്തില്ല. ചേച്ചിയെ ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല, നേരിൽ കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസമാണ് ചേച്ചിയെ കണ്ടത്. ഇവർ രണ്ടുപേരും കണ്ടിട്ടില്ല. ഇവള് മുഖേനയാണ് ചേച്ചിയെ പരിചയപ്പെടുന്നത്. അങ്ങനെ 3 കൂട്ടുകാരികളെയും പരിചയപ്പെട്ടു. സൗഹൃദത്തിന്റെ ആകാശം തൊട്ടവർ തന്നെയാണ്. പരസ്പരം സഹായിച്ച് ഇവർ സൗഹൃദം മുറിയാതെ അതിജീവിക്കുകയാണ്. ഒപ്പം ഇവരുടെ ആഗ്രഹങ്ങളൊക്കെയും ഓരോന്നായി സഫലമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഇവരുടെ ജീവിതം ഏവർക്കും പ്രചോദനമാകട്ടെ. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, ചങ്ങനാശ്ശേരി.